ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ച ഡിസംബർ മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ശരിക്കും ഇന്നലെ ഞായറാഴ്ച വരുന്ന വീഡിയോ ആയിരുന്നത്, പക്ഷേ ഇന്നലെ ചെറിയ പ്രശ്നങ്ങളായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ 25ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകൾ, മൂവി റിവ്യൂസ്, സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വെനം ദ ലാസ്റ്റ് ഡാൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഹിന്ദി പുറത്തായിട്ട് ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിലായിട്ട് റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്തത് ബിജു മേനോൻ പ്രധാന വേഷം കൈകാര്യം ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കഥ ഇന്ന് വരെ എന്ന് പറഞ്ഞ സിനിമ. മുന്നർ മാക്സ്, സിംപ്ലി സൗത്ത്, അതുപോലെ തന്നെ ആമസോൺ പ്രൈം, ഈ 3 OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ കുഞ്ചാക്കോബൻ, ജ്യോതിർമയി, ഫഹദ് ഫാസിൽ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അമൽ നീരദിന്റെ സിനിമയായിരുന്നു ബോഗൻ വില്ല എന്ന സിനിമ. സോണി ലിവിൽ ഈ ഒരു സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ട് അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡാൻസിങ് വില്ലേജ് ദ കേഴ്സ് ബിഗിൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഇന്തോനേഷ്യൻ ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ വിക്രം പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു അഡ്വഞ്ചർ ഡ്രാമ ആക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു തങ്കല എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ. അടുത്തൊരു ആക്ഷൻ ഫാന്റസി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ ക്രോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത കനകരാജ് എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ മുരളി ഗോപി, ഇന്ദ്രൻസ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. മന്നർ മാക്സിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഒരു ആക്ഷൻ കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റെഡ് വൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തെലുങ്ക് റൊമാൻറ്റിക് മൂവിയാണ്. റൊട്ടി കപ്പട റൊമാൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ETV വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സിംഗം എഗൈൻ എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദി ഭാഷയിലായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ക്യാരി ഓൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളം ഭാഷയല്ല, ഓക്കെ, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഡിസ്പാച്ച് എന്നൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് അടുത്തത്. മനോജ് ബാജ്പേയി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. C5ലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി മൂവിയാണ്, ഇംഗ്ലീഷ് മൂവിയാണ്. ഡിസാസ്റ്റർ ഹോളിഡേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു തെലുങ്കു സീരീസ് ആണ്. ഹരികഥ സംഭവാമി യുഗേ യുഗേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു മിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. Disney+ ഹോട്ട്സ്റ്റാറിൽ മലയാളം അടക്കമുള്ള ഭാഷയിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഗ്ലാഡിയേറ്റർ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ക്യൂ ഫയൽ ലീക്ക് ആക്കപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു തിയേറ്ററിൽ നിന്ന് എന്തായാലും ലീക്കാവുന്ന ഒരു പ്രിന്റാണ്. ഒക്കെ മലയാള സിനിമകളും വരുന്നുണ്ട്. സൂക്ഷ്മദർശിനിയൊക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ക്യൂ ഫയൽ ശരിക്കും ഒരു പൈറസി സംഭവമാണ് അത് എന്നുള്ളതാണ്. ജോളി ഓ ജിംഖാന എന്ന സിനിമയുടെ HD പ്രിന്റ് ലീക്ക് ആക്കപ്പെട്ടിട്ടുണ്ട്. പ്രഭുദേവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. 3 വർക്കിംഗ് ഡേയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ക്യാഷ് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ്, ഈ 2 OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് RJ ബാലാജി, സാനി അയ്യപ്പ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സ്വർഗ്ഗവാസൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമയെ ലീക്ക് ആക്കപ്പെട്ടതാണ്. അതൊരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. സീക്രട്ട് ലെവൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ വിജയാന്റണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത കൊല എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സൺനെക്സ്റ്റ് വഴി ഈ ഒരു ക്രൈം ത്രില്ലർ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു, ഫീൽ ഗുഡ് മൂവിയായിരുന്നു, വിശേഷം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇപ്പോൾ സൺനെക്സ്റ്റിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. തോയർ ചെഗുവേര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഔട്ട് ഓഫ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. വിശാലക പ്രധാന വേഷം കൈകാര്യം ചെയ്ത പോകുമിടം വേഗ ദൂരമില്ല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ്
ഈ ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തതായിട്ടുള്ളത്. മൊത്തം 24-25ഓളം റിലീസുകളാണുള്ളത് ഡിസംബർ മാസം 9 തീയതി മുതൽ 15 തീയതി വരെ. അപ്പം പിന്നെ ഈ ഒരു ലിസ്റ്റിലുള്ള സിനിമകളും സീരീസുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇനി അടുത്ത ദിവസങ്ങളിലെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതാണ്, റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.